വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനും അമ്മയും കൂടി ഇന്നൊരു യാത്ര പോവാണ് കേട്ടോ. ദൂരയാത്രയൊന്നുമല്ല, നമ്മൾ സ്വന്തം കോഴിക്കോടേക്കാണ്. അച്ഛനോടൊന്ന് സമ്മതം ചോദിക്കാൻ നിൽക്കാതെ ഞങ്ങളൊന്ന് കോഴിക്കോട് വരെ പോവാണ്. താക്കോല് വീട്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്നൊരു പോക്കായിരുന്നു. നല്ലൊരു നട്ടപ്പൊരു വെയിലത്തായിപ്പോയി ഞങ്ങൾ ഇറങ്ങിയ സമയം. ഞങ്ങൾ ഈ പോകുന്നത് കസവ് കേന്ദ്രയിലേക്കാണ് കേട്ടോ. അമ്മനെയും കൂട്ടി കസവ് കേന്ദ്രയിൽ പോണതൊക്കെ ഇപ്പം ഞങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ അതിൻ്റെ ബാക്കിലൊരു സ്റ്റോറി പറയാനുണ്ട് കേട്ടോ. ഞാൻ അമ്മേൻ്റെ മരുമോളായി വന്നിട്ട് 4 വർഷം കഴിഞ്ഞു. ഈ 4 വർഷത്തിനിടയിൽ അമ്മ പോകുന്ന 3 സ്ഥലങ്ങളാണുള്ളത്. ഒന്ന് വലിയ ചേച്ചീൻ്റെ വീട്ടിൽ, ഒന്ന് ചെറിയ ചേച്ചീൻ്റെ വീട്ടിലും, പിന്നെ ഒന്ന് അയൽക്കൂട്ടത്തിലും. ഈ 3 കാര്യത്തിനല്ലാതെ അമ്മ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതേ ഞാൻ കണ്ടിട്ടില്ല. അമ്മയ്ക്ക് അങ്ങനെ പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 3 പെൺകുട്ടികളായിരുന്നു. അച്ഛനൊരു ലോറി ഡ്രൈവർ ആയതുകൊണ്ടും തന്നെ അച്ഛൻ അധിക സമയമൊന്നും വീട്ടിലുണ്ടാവില്ല. അപ്പം ഞങ്ങളെ കാര്യങ്ങളും അതല്ലാതെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏട്ടൻ്റെ വീട്ടിൽ വന്ന സമയത്ത് അമ്മ ഇങ്ങനെയൊക്കെ ആയപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഗ്രാജുവലി അമ്മനെ ഞാൻ മാറ്റിയെടുക്കണം. അതായത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പുറത്ത് പോകുന്നതും ഇങ്ങനെ നടക്കുന്നതും ആളുകളെ കാണുന്നതും. അതൊക്കെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം കൊടുക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ കസവ് കേന്ദ്രയിൽ നിന്ന് ഡ്രസ്സും എടുത്തു, അൾട്രും ചെയ്തു, ചായയും കുടിച്ച് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ കസിൻസിനെ കണ്ടിരുന്നു കേട്ടോ. ഓക്കെ, അല്ല നമ്മൾ സ്റ്റോറി എവിടെയാണ് പറഞ്ഞ് നിർത്തിയത്? ഓക്കെ, കിട്ടി. അപ്പോൾ നമുക്ക് സ്റ്റോറി കണ്ടിന്യൂ ചെയ്യാം. അമ്മ അങ്ങനെ ഫസ്റ്റ് ടൈം ആയിട്ട് ഫോക്കസ് മാൾ കണ്ടു. അമ്മേനെ കാണിച്ചു കൊടുത്തത് ആരാണ്? ഞാൻ. അയ്യോ, എന്തൊരു പ്രൗഡായിട്ടുള്ള സിറ്റുവേഷൻ. എനിക്ക് അതിനേക്കാളൊക്കെ പ്രൗഡായിട്ട് തോന്നിയത് അമ്മേൻ്റെ മുഖത്തുള്ള ഈ സന്തോഷം കണ്ടപ്പോഴാണ്. ആ സന്തോഷത്തിന് കാരണം ഞാനാണല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഏറ്റവും ഹാപ്പി ആയിട്ട് തോന്നിയത്. അമ്മ ഫസ്റ്റ് ടൈം കാണുന്നതിനെ കൊണ്ട് തന്നെ ഈ ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര അത്ഭുതങ്ങളായിരുന്നു. നിങ്ങളമ്മമാർ ഇതേപോലെയാണോ? അതായത് എൻ്റെ അമ്മേൻ്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിഞ്ഞു. സ്വന്തം വീട്ടിൽ നിന്നാണെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കല്യാണം കഴിഞ്ഞ് എത്തിയപ്പോഴാണെങ്കിൽ വീട്, കുട്ടികൾ, പണി, ഇതിൽ മാത്രം ഒതുങ്ങിപ്പോയ ജീവിതങ്ങളാണ്. നമ്മളൊക്കെ അമ്മമാരെ വലിയ വലിയ ഇൻ്റർനാഷണൽ ട്രിപ്പൊന്നും കൊണ്ടുപോകണമെന്നില്ല. ഇടയ്ക്കൊക്കെ അവരൊന്ന് പുറത്ത് കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാവും. അമ്മയ്ക്ക് അത്ഭുതമായിട്ട് തോന്നിയ ലിഫ്റ്റും എസ്കലേറ്ററും എല്ലാം ഞങ്ങൾ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തു കേട്ടോ. അങ്ങനെ ഈ എക്സ്പ്ലോർ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയത് 8 മണിക്കാണ്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ടൈം നല്ലോണം ലേറ്റ് ആയി. ബൈ.